ഈ സ്റ്റാർട്ടിങ് കിക്കിലൊക്കെ കുഴപ്പമില്ല ഞാൻ വെച്ചോളാം ചില്ല എല്ലാരും ചില്ലായിക്കോ. സോ ഗൈസ്, അപ്പോ TVA ആൻഡ് എക്സലൻസ് നടത്തുന്ന ടൂർണമെന്റിന്റെ ഡേ 1 എല്ലാവർക്കും വെൽക്കം. ആൻഡ് ഇത് ഫസ്റ്റ് ഡേ ഓഫ് ക്വാളിഫയേഴ്സ് ആണ്. അപ്പോൾ എല്ലാ ടീമുകളും ഓരോരോ ഡ്രോപ്പ് ലൊക്കേഷനുകളിലേക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും നമുക്ക് ഫസ്റ്റ് ഫൈറ്റ് ആരാണ് തുടങ്ങുന്നത്, എവിടെയാണ് തുടങ്ങുന്നത് നോക്കാം. ഓരോരുത്തരും നമ്മുടെ വള്ളി ടീമിന്റെ കൂടെ തന്നെയാണ് ഡെഞ്ചാർ പോകുന്നതെന്ന് തോന്നുന്നു. അല്ലല്ല, ഓക്കെ, ടിവിയുടെ 2 ടീമും ഒരേ ലൊക്കേഷനിലോട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. വള്ളി ടീംസും അതുപോലെ തന്നെ സ്കോഡും രണ്ടുപേരും ഒരേ സൈഡിലോട്ട് പോകുന്നുണ്ട്. ബോബോയ്ക്ക് ഇപ്പോഴും ഏറെ തന്നെ നിൽക്കുകയാണ്. ഇതുവരെ നിലത്തിറങ്ങാൻ പറ്റിയിട്ടില്ല ബോബോയ്ക്ക്. ആൻഡ് രണ്ടുപേരും മത്സരിച്ച് വണ്ടി എടുക്കാൻ പോകുന്ന പരിപാടിയാണെന്നാണ് തോന്നുന്നത്. രണ്ട് ടീമും ഒരിടത്ത്. ആൻഡ് എല്ലാ ടീമുകളും അവരുടെ ഡ്രോപ്പ് ലൊക്കേഷനുകളിലേക്ക് എത്തിയേക്കാണ്. ഒരു വൃത്തികെട്ട ഫ്ലൈറ്റ് പാത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനിഷ്യലി തന്നെ. ഗെയിം സൗണ്ടൊക്കെ ഓക്കെ അല്ലേ ഗെയിംസ് നിങ്ങൾക്ക്? ഓക്കെ, ഇവിടെ വള്ളി ടീമിന് വണ്ടി ഇട്ടിരിക്കുകയാണ്. വള്ളി ടീം CMX ഭീമൻ അവിടെ വണ്ടി എടുത്ത് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് ജർമ്മൻ കണ്ണാപ്പി മാച്ചിന്റെ ഇടയ്ക്ക് മൂത്രം ഒഴിക്കാനോ കപ്പലിന്റെ ഇറക്കാനോ പോയിട്ടുണ്ട്. ഒരു പ്ലെയർ കടലിലോട്ട് പോകുന്നു, അത് മന്ദാരമാണ്. ഇത്രയും വലിയൊരു ടൂർണമെന്റിൽ AFK നിൽക്കാൻ കാണിച്ച ആ മനസ്സ്, അത് നമുക്ക് ആരും കാണാതെ പോരുത്. കറണ്ട് പോയതാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആണോ എന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഓൾറെഡി ഗൺ എടുത്തു കഴിഞ്ഞു. ആൻഡ് ഇതുവരെ ഒരു ഫൈറ്റ് ആയിട്ടില്ല. ആൻഡ് ടർബോ DRSലെ ടർബോയ്ക്ക് ഇവിടെ ഒരു സ്നൈപ്പർ കിട്ടിയിട്ടുണ്ട്. ഈ നോർമൽ ലൈവ് അല്ലല്ലോ. സോ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. DRSും CMും തമ്മിലുള്ള. CMലെ 2 പ്ലേയേഴ്സ് ആ കോമ്പൗണ്ടിൽ പെട്ടുപോയിട്ടുണ്ട്. ആൻഡ് CMലെ ബാക്കി പ്ലെയർ വണ്ടി എടുത്ത് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു DRSലെ ആൾക്കാർക്ക് അത്യാവശ്യം ഗണ്ണൊക്കെ കിട്ടിയിട്ടുണ്ട്, സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫസ്റ്റ് ബുള്ളറ്റ് നമ്മുടെ DRS ആണ് ഇവിടെ ഫയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് CMന്റെ സൈഡിലും ഗണ്ണുകൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആൻഡ് CMനെ പുഷ് ചെയ്യാൻ തന്നെയാണ് DRSന്റെ പ്ലാൻ എന്നാണ് തോന്നുന്നത്. വേറെ എങ്ങും കറന്റ് ഫൈറ്റ് ആയിട്ടില്ല. ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ട്, ഡെത്തെക്സ് വേഴ്സസ്. നമുക്ക് നോക്കിയൊക്കെ ഡെത്തെക്സ് വേഴ്സസ് ഏത് ടീമാണ് അവിടെ? VNV. ഡെത്തെക്സ് വേഴ്സസ് VNV ഈ പറയണത് പോലെ ഫൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് കൂടെ TGA വണ്ടി എടുത്ത് ആ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഏതൊക്കെ കോമ്പൗണ്ടിൽ ആളുണ്ടെന്ന് ഒരു പിടുത്തവും ഇല്ല ആർക്കും. നമ്മൾ സ്പെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് പോലെ അവർക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വേറെ എങ്ങും തന്നെ ഫൈറ്റ്. ഇവിടെ ആദ്യം തന്നെ TVA വേഴ്സസ് TVA കാണാൻ, വള്ളി ടീംസ് വേഴ്സസ് ദ സ്ക്വാഡ് ആണ് ആദ്യം കാണാൻ പോകുന്നതെന്ന് തോന്നുന്നു. ആദ്യത്തെ ഒരു ഫൈറ്റ് TVA വേഴ്സസ് TVA തന്നെ നടക്കുമെന്നാണ് തോന്നുന്നത്. അവരൊരു പ്രീ പ്ലാൻ ഇല്ലാതെ രണ്ടുപേരും ഒരേ ഡ്രോപ്പ് ലൊക്കേഷനിൽ പോയി. ആൻഡ് നോക്കുകയാണെങ്കിൽ ഡെഞ്ചാർ നല്ലൊരു പൊസിഷനിൽ ആരും ഇല്ലാതെ അവരവരുടെ ലൂട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ഇവിടെ നമ്മുടെ ദ സ്ക്വാഡ്, TVയുടെ ഒരു ലൈനപ്പായ ദ സ്ക്വാഡ്, ഇവിടെ മാഡിക്കിണ്ടി, അതുപോലെ മന്ദാരം, സാവേജ്, സ്നൈപ്പ് അടങ്ങുന്ന സ്ക്വാഡ് ലൂട്ടൊക്കെ ചെയ്ത് എല്ലാവരും സ്നൈപ്പറൊക്കെ എടുത്ത് സെറ്റായി ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. തൊട്ടപ്പുറത്ത് വള്ളി ടീംസ് വിത്ത് AFK കണ്ണാപ്പി. അത് ഒന്ന് മറ്റേ വള്ളി സ്ക്വാഡിനെ ഒന്ന് സ്പെക്ക് ചെയ്തിടണേ. സ്പെക്ക് ചെയ്തിട്ട് ജർമ്മൻ കണ്ണാപ്പി തിരിച്ചു വന്നു എന്നുള്ളൊരു ഇൻഫോ നമുക്കൊന്ന്. ജർമ്മൻ കണ്ണാപ്പി വന്നിട്ടില്ല, ഡിസ്കണക്റ്റഡ് ആണ്. ആൻഡ് വെരി വെൽ ഡൺ. കറണ്ട് പോയതാണെന്ന് തോന്നുന്നു. അവർ 3 പേരെ വെച്ച് വള്ളി ടീമിന് കളിക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് വള്ളി ടീം ഇപ്പോൾ ഉള്ളത്. കറന്റ് വേറെ ഒന്നും ഫൈറ്റ് നടക്കുന്നില്ല. CMX ഭീമൻ അവിടെ സാവേജിനെ ഫസ്റ്റ് നോക്ക്, ടൂർണമെന്റിലെ ഫസ്റ്റ് നോക്ക്. TVA വേഴ്സസ് TVA ടൂർണമെന്റിലെ ഫസ്റ്റ് നോക്ക് അവിടെ കൺഫേം ചെയ്തിരിക്കുന്നു. ഫയർ ഫ്ലാങ്ക് അവിടെ ഒരു നെയ്ഡില് സാവേജിനെ കൺഫേം ചെയ്തിരിക്കുന്നു. സോ നൗ ഇറ്റ്സ് എ ഫെയർ ഗെയിം. 3 vs 3 ആയിട്ടുണ്ട്. കണ്ണാപ്പി ഓൾറെഡി AFK ആണ്. സോ കണ്ണാപ്പിക്ക് വരാൻ ഇനിയും ടൈം ഉണ്ട്. കണ്ണാപ്പി ഓൾറെഡി AFK ആണ്. ബട്ട് ഇപ്പം ആ സ്ക്വാഡ് രണ്ടുപേരും 3 vs 3 ആണ് ഫൈറ്റ് നടക്കുന്നത്. ആൻഡ് ഇവിടെ ഇപ്പോഴും ഡെത്തെക്സും VNVയും പൊസിഷൻസ് ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. മാക്സിമം എല്ലാവരും കുറച്ച് ഫൈറ്റ് പയ്യെ എടുക്കുന്ന ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു സ്ലോ പേസിലാണ് എല്ലാവരും കളിക്കുന്നത്. അത്രയ്ക്ക് അഗ്രഷൻ ആരും കാണിക്കുന്നില്ല. അഗ്രഷൻ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാവരും കളിക്കുന്നത്. ഒരു പ്രൊഫഷണൽ ടൂർണമെന്റിന്റെ ഒരു എന്താ പറയാ, ആ ഒരു ഡിസിപ്ലിനോട് റെസ്പെക്റ്റോട് കൂടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ ഇവിടെ
ടീം XT ഇവിടെ ലൂട്ടൊക്കെ എടുത്ത് 4 പേര് ഒരു വണ്ടിക്കകത്ത് ഈ പറയണത് പോലെ അവരവരുടെ സോണിലേക്ക് എൻ്റർ ആവുന്നു. സോൺ ഫസ്റ്റ് ഡ്രോപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്കൂളിന്റെ ഷെൽട്ടറിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഫസ്റ്റ് ഡ്രോപ്പ് വന്നിരിക്കുന്നത്. ഡ്രോപ്പ് ഇതുവരെ ആരും വന്ന് ഹണ്ട് ചെയ്തിട്ടില്ല. ഡ്രോപ്പ് വന്നെടുക്കാൻ പോകുന്നവർക്ക് ഒരു DBS-ഉം 10-20 ബുള്ളറ്റും മിലിറ്ററി ലെവൽ 3 വെസ്റ്റും ഹെൽമെറ്റും ഒരു ജാമർ പാക്കും പിന്നെ എമർജൻസി സപ്പോർട്ട് ഫ്ലെയറുമാണ് വന്നിരിക്കുന്നത്. ആർക്ക് വേണേലും വന്ന് പറക്കാം. അവിടെ ആരുമില്ല. റെഡ് സോണിനെ മാത്രം പേടിച്ചാൽ മതി. ആൻഡ് ഇവിടെ ഒരു പുഷ് ഇതാ അഗ്രസീവ് ആയിട്ട് ഒരു നല്ലൊരു നെയ്ഡ് ജസ്റ്റ് മിസ്സിന് അവിടെ ഒരു നെയ്ഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ത്രോബിൾസ് TVA versus TVA. ആൻഡ് ഇവിടെ CMX ഡീമൻ അവിടെ ഒരു നല്ലൊരു കുറച്ച് നെയ്ഡ് കുറച്ച് അപ്പുറത്തായി പോയി. നൈപ്പിന്റെ സൈഡിൽ നിന്ന് സ്മോക്ക് ഓഫ് ചെയ്ത് കവർ ചെയ്യുന്ന ഒരു ആംഗിള്. ആൻഡ് ഒരു 3 versus 3 ആണ് അവരിവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. AFK നിൽക്കുന്ന കണ്ണാപ്പി ആരെങ്കിലും പോയി അടിക്കുവാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അഥവാ മെറ്റയാണെന്ന്. കാരണം ആ ഏരിയയിൽ വേറെ ഒരു ടീമും ഇല്ല. കണ്ണാപ്പി മാത്രം ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അത് നമുക്ക് ഉറപ്പിക്കാം. വേണമെങ്കിൽ ഇവർക്ക് വണ്ടി എടുത്ത് പോകുന്ന വഴിക്ക് ഒരു കില്ല് സെക്യൂർ ചെയ്യാം. സ്നൈപ്പിനും അവർക്കും ഒക്കെ കണ്ണാപ്പിയെ കൊന്ന്. എനിവേ എല്ലാ ടീമുകളും ഹോൾഡ് ചെയ്ത് കളിക്കുന്നുണ്ട്. ആൻഡ് DX versus VNV ഒരു ഫൈറ്റ് എവിടെയായിരിക്കും ആദ്യം ഇനിഷ്യേറ്റീവ് ആകാൻ പോകണമെന്ന് നമുക്ക് റീകോൾ ഒന്നുമില്ല. ഇതൊരു പ്രൊഫഷണൽ ടൂർണമെന്റ് നടത്തുന്നത് പോലെ തന്നെയാണ് നമ്മൾ നടത്തുന്നത്. എടാ രായ ആ സൈഡില് വരുന്ന അത് അങ്ങനെ തന്നെ വെച്ചോ. സോ എല്ലാ ടീമിലും ഒരേ ഒരു ടീമിൽ ഒരാൾ മാത്രമാണ് നമ്മുടെ സ്ക്വാഡിലെ സാവേജ് ആണ് ആദ്യമായിട്ട് ഈ ടൂർണമെന്റിൽ മരിക്കുന്നത്. സാവേജിന് TVയുടെ സൈഡിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഡെത്ത് ഓഫ് ദ ടൂർണമെന്റ്. അതിന് സൈഡിൽ സാവേജിന് ഒരു ആദരവ് എന്തായാലും അടുത്ത ലൈവിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ആദ്യം മരിച്ചു വീണ ആളെന്നുള്ള രീതിയിൽ സാവേജിനെ നമുക്ക് അങ്ങനെ മറന്നു പോകാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല. സത്യ ലെജൻഡറി പ്ലെയർ. ഇന്നൊരു ബാഡ് ഡേ ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്. ഓക്കെ, അവിടെ നമ്മുടെ ഡീമൻ ബാക്ക് ഓഫ് ആവുന്നില്ല. അവര് ഫൈറ്റ് എടുക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ഇവിടെ VNVയിലെ ഒരു പ്ലെയറിനെ ഞെക്കി പിടിച്ച് ഉറക്കിയിട്ടുണ്ട്. അവിടെ ഒരു ഇൻസ്റ്റന്റ് ട്രേഡ് DXന്റെ സൈഡിൽ നിന്ന് തിരിച്ചു വന്ന് VNV പ്ലേയേഴ്സ് ഒപ്പം തന്നെ ഉറക്കി. എഗൈൻ ഒരു 3v3 ഫൈറ്റ് ആണ് നിങ്ങൾ കാണുന്നത്. 3v3 VNV versus DeathX 3v3 ഫൈറ്റ്. DX ക്ലോസിലോട്ട് പുഷിങ് ചെയ്ത് പൊക്കൊണ്ടിരിക്കുകയാണ്. VNV നല്ലൊരു പിക്ക് ബൈ DX. ആരെയും അങ്ങനെ ഇട്ടേക്കുന്നില്ല. കേറി ഉറക്കാനുള്ള പ്ലാനാണ്. ആൻഡ് DXലെ 2 പ്ലേയേഴ്സും വേണം. ലാസ്റ്റ് മാൻ മാത്രം ബാക്കി. VNVക്കും 2 പ്ലേയേഴ്സ് അലൈവാണ്. ഫസ്റ്റ് സ്ക്വാഡ് വൈപ്പ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് VNVയുടെ സൈഡിൽ നിന്നാണോ ഡെത്തക്സിന്റെ സൈഡിൽ നിന്നാണോ നമുക്ക് നോക്കി വെച്ചാൽ ഡെത്തക്സിൽ ഒരു പ്ലെയർ മാത്രമാണ് ബാക്കി. ഒരു പ്ലെയർ ഇപ്പം ഓൾറെഡി സ്പോട്ട് ചെയ്തോണ്ട് നല്ലൊരു നേട്. ഇഡിലൻ നേട് ബൈ VNV. അംബ്രൂട്ടൻ ആണ് നെയ്ഡ് വീണത്. അംബ്രൂട്ടനെ VNVയുടെ സൈഡിൽ നിന്ന് 3 പേരും ബാക്ക് ടു ഹീലായി. അവർ ബാക്ക് ടു ഒരുമിച്ച് വരുന്നുണ്ട്. ആൻഡ് പുഷ് ചെയ്തിട്ടുണ്ട്. സോ പുഷ് ചെയ്തു. അവർ 3 പേരോട് ഒരുമിച്ച് പുഷ് ചെയ്യുന്നു. ലാസ്റ്റ് മാൻ ഡെത്തക്സിലെ ലാസ്റ്റ് മാനെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ്. ഇവിടെ ആൻഡ് ലാസ്റ്റ് മാൻ ഫുള്ളി കൺഫ്യൂഷൻ. 2 സൈഡിൽ നിന്നും വളഞ്ഞു. അവിടെ ഒരു ട്രേഡ് എടുത്തു ഇൻസ്റ്റന്റ് ആയിട്ട്. പക്ഷേ ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ടൂർണമെന്റിലെ ഫസ്റ്റ് സ്ക്വാഡിനെ VNV ആണ് വൈപ്പ് ചെയ്തിരിക്കുന്നത്. DX ആണ് ടൂർണമെന്റിൽ നിന്ന് ഫസ്റ്റ് എലിമിനേറ്റ് ആവുന്ന സ്ക്വാഡ്. ആൻഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ VNV വിത്ത് 4 കിൽസ് 4 കില്ലായിട്ട് VNV 3 പേര് അലൈവ്. VNV വിത്ത് 4 പോയിന്റ്സ് ആണ് കറന്റ്ലി ലീഡ് ചെയ്ത് നിൽക്കുന്നത്. കിൽ പോയിന്റ്സും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് നല്ലൊരു ട്രൈ ഫ്രം DX. കുഴപ്പമില്ല, ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ഇനിയും 4 മാച്ച് ബാക്കി കിടപ്പുണ്ട്. കംബാക്ക് വരാൻ സമയമുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ടീം ഡെഞ്ചർ, ബ്ലൈൻഡ് റബൽ, ഹിപ്സി, ഫ്ലഫി, ട്രിക്കി ടീം ഡെഞ്ചർ ലൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അവരവരുടെ പൊസിഷൻ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സോണിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഡെഞ്ചർ ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. സെന്റർ ഓഫ് ദ സോൺ അങ്ങനെ ആരും പിടിച്ച് കളിക്കുന്നില്ല. ഇതുവരെ സെന്റർ ഓഫ് ദ സോണിലോട്ട് ആരും എത്തിയിട്ടുമില്ല. ഡ്രോപ്പ് അവിടെ തന്നെ കിടപ്പുണ്ട്. റീകോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. റീകോൾ ഉണ്ടോ ആക്ച്വലി?
റീകോൾ ഉണ്ട്. ഓ സ്റ്റിൽ പോസിബിലിറ്റി ഉണ്ട്, റീകോൾ ഉണ്ട്. റീകോൾ ഉണ്ടായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. റീകോൾ ഉണ്ടായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. സോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു 20.7K വാച്ചിങ് ദി സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. എനിക്ക് റീകോൾ ഉള്ള കാര്യം അറിഞ്ഞുകൂടായിരുന്നു. റീകോൾ ഓഫ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉള്ളതാണല്ലേ. ഗൈസ്, ക്വാളിറ്റിയുടെ കാര്യത്തിൽ നാളെ നമ്മളൊരു ഇന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ക്വാളിറ്റിയുടെ കാര്യത്തിൽ നാളെ നമ്മൾ ഒരു സൊല്യൂഷൻ. കാരണം നാളെ ഞാനും സ്പെക്കിനകത്ത് കയറിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യാം. ഇന്ന് നിങ്ങൾ വലിയ ക്വാളിറ്റി ഡ്രോപ്പ് ഇല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഈ പറയണതുപോലെ ഭയങ്കര ഒരു വൃത്തികെട്ട ഷെഡ്യൂളിലായിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു സമയം കിട്ടില്ല. സെറ്റാണ്. ഓക്കെ, ടീം ഡെഞ്ചാർ അവിടെ ഡ്രോപ്പ് എടുത്തില്ല. ഡെഞ്ചാറിന്റെ തൊട്ടുമോളിൽ ഡ്രോപ്പ് ഉണ്ട്, എടുത്തില്ല, പാസ്സായി പോയി. ഡെഞ്ചാറിന് ഡ്രോപ്പ്. സെക്കൻഡ് ഡ്രോപ്പ് വീഴുന്നുണ്ട്. ആകാശത്ത് നിൽക്കുന്ന ഡ്രോപ്പിനകത്ത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. 1 മിനിറ്റ് സമയം തന്നാൽ ഇപ്പൊ താഴെ എത്തും. ഞാൻ കാണിച്ചു തരാം അതിനകത്ത് എന്തൊക്കെയാ വരാൻ പോണെന്ന്. ഇതൊരു നല്ല ലൂട്ടായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. MK14 30 ബുള്ളറ്റ്, ഒരു മെഡ് കിറ്റ്, അത്യാവശ്യം മോശമില്ലാത്തൊരു ഡ്രോപ്പാണ്. കഴിഞ്ഞ വട്ടം വന്നതുപോലത്തെ DBS. പക്ഷെ DBS ഇതിനകത്ത് കുറച്ച് OP ആണ് DBS. എന്നാലും ഓക്കെ, ഫോണിനകത്തോട് നോക്കുകയാണെങ്കിൽ DRS നേരെ ടീം ഡെഞ്ചാറിന്റെ അടുത്തേക്ക് വരുന്നു. DRS അവിടെ ഡെഞ്ചാറിന്റെ വായിലോട്ടാണ് പോകുന്നത്. കംബാക്ക് ഈസ് റിയൽ എന്ന് പറഞ്ഞിട്ട് സാവേജ് തിരിച്ചു വന്നിരിക്കുന്നു. സാവേജിന്റെ ഒരു കംബാക്കാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ മാഡിക്കിന്റെയും അതുപോലെ തന്നെ മന്ദാരോ സ്നൈപ്പും സാവേജിനെ തിരിച്ചു വിളിച്ചിരിക്കുന്നു. സാവേജ് ബാക്ക് ടു ദ ബാറ്റിൽ, തിരുമ്പി വന്നിട്ടേന്ന് സൊല്ലടാ. സോണോട്ടിൽ എല്ലാരും ഞാനതാ പറഞ്ഞേ, നിങ്ങൾ നോക്ക്. അവിടെ നോക്ക്, EVX TPA. EVX അവിടെ രണ്ടാമത്തെ പിക്ക് എടുത്തിരിക്കുന്നു. EVXന്റെ സൈഡിൽ നിന്ന് ഒരു പ്ലെയർ ഡൗൺ ആയിട്ടുണ്ട്. സ്വന്തം ടീമിനെ അല്ല അവിടെ. ഒരാളെ നോക്കാക്കി, അടുത്ത ആളെ നോക്കാക്കി ഫിനിഷ് ചെയ്തിരിക്കുന്നു. TPA EVX എലിമിനേറ്റ് ചെയ്തിരിക്കുന്നു. EVX with 4 kills. ഒരാൾ പോലും ഫിനിഷ് ആയിട്ടില്ല. 4 പേര് വിലയോടെ EVX 4 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. ആൻഡ് കറന്റ്ലി VNVയും അതുപോലെ തന്നെ EVXും 4 പോയിന്റ് 4 കിൽ പോയിന്റോടുകൂടി മുന്നിട്ട് നിൽക്കുന്നു. ബ്ലാക്ക് മാഫിയ ഇവിടെ വണ്ടി പോലും ഇല്ലാതെ സ്റ്റോണിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. വെരി വെൽ പ്ലേഡ് TPA. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഡിസപ്പോയിന്റഡ് ആവണ്ട. ഇനിയും മാച്ചസ് ഉണ്ട്. കണ്ണാപ്പിയുടെ അപ്ഡേറ്റ് ഒന്ന് തിരിച്ചു വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് വള്ളി ടീം ഒന്ന് സ്പെക്ക് ചെയ്യണം. കണ്ണാപ്പി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. സ്റ്റിൽ കണ്ണാപ്പി സോണൗട്ട് നിന്ന് അവന്റെ ചിപ്പ് പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. തല്ലിക്കൊന്ന് ചിപ്പ് എടുക്കുകയായിരുന്നു ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏക ഒരു കാര്യം. അതുപോലും അവർ ചെയ്തില്ല. കാരണം അവർക്കറിയാം ഈ പറയണതുപോലെ അവൻ വരാൻ പോകുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. സോ ഇവിടെ ഡെഞ്ചാറിനെ സ്പെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു ടീമിനെ അടിച്ച് വൈപ്പാക്കി. വിപ്സി വിത്ത് 3 kills. വിപ്സി അവിടെ 3 പേര്. OGയെ 1 സെക്കൻഡ് നമുക്ക് സ്പെക്ക് ചെയ്യാനുള്ള ടൈം പോലും തന്നില്ല വിപ്സി. എനിക്ക് തോന്നുന്നത് ഒരു വണ്ടിയിൽ വന്ന സ്ക്വാഡിനെ അടിച്ചിട്ടതാണെന്നാണ് തോന്നുന്നത്. വിപ്സി 3 കില്ലും ട്രിക്കി കോഡ് 1 കില്ലും. ഡെഞ്ചാർ വിത്ത് 0 കാഷ്വാലിറ്റി. അവര് 4 പോയിന്റ്സ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഫൈറ്റ് ഒന്ന് കാണാനുള്ള ഒരു ഇതുപോലും എത്തിയില്ല. നോക്കുകയാണെങ്കിൽ 13 ടീമും 52 പേരും മാത്രം എലൈവ്. 13 പേരും 52 പേരും 3 ടീം ഒരു കംപ്ലീറ്റ് സ്ക്വാഡ് വൈപ്പ് ചെയ്ത് 4 പേര്. EVX അടുത്ത പിക്കിന് വേണ്ടി പോകുന്നു. EVX ബ്ലാക്ക് മാഫിയ സ്പോട്ട് ചെയ്തു. 2 കില്ല് സെക്യൂർ ചെയ്യുന്നു. EVX 6 kills. EVX ഒക്കെ വിഷയം കളി കളിക്കുന്നു. EVX ടോട്ടലി 6 കില്ല് സെക്യൂർ ചെയ്തിട്ടുണ്ട്. 6 കിൽസ് സെക്യൂർ ചെയ്ത് EVX. ഇവിടെ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ അവർ തിരിച്ച് ഒരുമിച്ച് യുണൈറ്റ് ആവാൻ പോവുകയാണ്.
4 പ്ലേയേഴ്സും. ആൻഡ് സ്കോഡ് നേരെ വരുന്നത് കാലാപ്പാനിയുടെ അടുത്തോട്ടാണോ? കാലാപ്പാനിയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. കാലാപ്പാനിക്ക് ഒരു കിട്ടി. ജർമ്മൻ കണ്ണാപ്പി സോണിൽ സ്വന്തമായിട്ട് ജർമ്മൻ കണ്ണാപ്പി നോക്കായി. ഇവിടെ ഒരു കില്ല് നോക്ക് കിട്ടുമോ? സാവേജ് ഒരു പിക്കിന് വേണ്ടി ട്രൈ ചെയ്യുന്നു. നല്ല ടാഗ് കൊടുത്തിരിക്കുന്നു സാവേജ്. മാഡി അവിടെ നല്ല ടാഗ് കൊടുക്കുന്നത്. മാഡി അല്ല, സാവേജ് ആണ് അവിടെ ടാഗ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അവർ ആ ഒരു സ്കോഡിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. KP അവിടെ ഇറങ്ങി നിൽക്കുന്നു. കൊണ്ട് പുഷ് ചെയ്യുന്നു. ഒരു നോക്കിന്റെ സ്നൈപ്പ്, രണ്ടാമത്തെ നോക്ക് സ്നൈപ്പ്. കില്ല് ഫിനിഷ് ചെയ്യുന്നു. സ്നൈപ്പ് വിത്ത് 2 ഫിനിഷസ്. KPയുടെ 2 കില്ലും സ്നൈപ്പാണ് അവിടെ സെക്യൂർ ചെയ്തിരിക്കുന്നത്. ദ സ്ക്വാഡിന്റെ കംബാക്ക് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്നൈപ്പ്. KPയിലെ ബാക്കി 2 പ്ലേയേഴ്സ് അവർ ആ കോമ്പൗണ്ടിലാണ് ഹോൾഡ് ചെയ്യുന്നത്. സോ ആ 2 പിക്കും അവർക്ക് അവിടെ നഷ്ടമായി. സോ സ്നൈപ്പ് ഒക്കെ അവരെ ഹണ്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കി നോക്കാം. 2 പോയിന്റ് അവിടെ സ്നൈപ്പ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. കാലാപാനിൽ ഇനി 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. 13 ടീമും 47 പ്ലേയേഴ്സുമാണ് ഇനി എലവായിട്ടുള്ളത്. ആൻഡ് ദ സ്നൈപ്പ് അവരുടെ കോമ്പൗണ്ട്, കാലാപ്പാനിയുടെ കോമ്പൗണ്ടിലോട്ട് തന്നെയാണ് കയറി പോകുന്നതെന്നാണ് തോന്നുന്നത്. ഓക്കെ, അവർ ആ കോമ്പൗണ്ടിന്റെ അടുത്തായിട്ടുണ്ട്. കോമ്പൗണ്ടിന്റെ അടുത്ത് കുത്തി. അവിടെ സാവേജ് കുത്തിയില്ല. ഇൻഫോ കിട്ടിയില്ല. ഓക്കെ, സാവേജ് അവിടെ നിന്ന് ടീമിന്റെ അടുത്തോട്ട് തന്നെ പോവുകയാണ്. വണ്ടി ചേഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. സ്നൈപ്പ് അവിടെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. സാവേജ് അവിടെ ലൂട്ടിന് വേണ്ടി വന്നതാണ്. റീകോളായി വന്ന പ്ലെയർ ആണ്. ഇന്ത്യയാണല്ലേ. സുസീവൊക്കെ സാവേജ് എനിക്ക് പെട്ടെന്ന് മാറിപ്പോകുന്നു. സോറി. ഇവിടെ EVX KVPയിലെ അടുത്ത പ്ലെയറിനെ അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഒരു സ്നൈപ്പർ ഷോട്ട്. EVX 1 ടാപ്പ് സിദ്ധു ആണ് അവിടെ ഒരു 7 കില്ല് സെക്യൂർ ചെയ്തിരിക്കുന്നു. കറന്റ് KVPയില് ഇനി 3 പ്ലേയേഴ്സ് മാത്രം. VT vs CM അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നു. VT vs CM. VT അവിടെ CM ഡെഞ്ചർ. വള്ളി ടീംസ് അവിടെ കില്ല് സെക്യൂർ ചെയ്യുന്നു. 3 കിൽസ് ആയി വള്ളി ടീംസ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. സോ TGA vs TBS. നല്ലൊരു ഷോട്ട്. BMലെ ലെവി 69 അവിടെ ഫിനിഷായി. കൊമ്പന് നല്ലൊരു ഷോട്ട് കിട്ടി. കൊമ്പൻ ഹീൽ ചെയ്യുകയാണ് അവിടെ. TGA vs. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ദ സ്ക്വാഡ് കുറച്ച് സ്പ്ലിറ്റ് ആയിട്ടാണ് കളിക്കുന്നത്. വള്ളി സ്ക്വാഡ് 3 പേരെ വെച്ച് 3 കിൽസ് അവർ സെക്യൂർ ചെയ്ത് നല്ലൊരു പൊസിഷനിൽ നിൽപ്പുണ്ട്. ആൻഡ് ദ സ്ക്വാഡ് റൊട്ടേറ്റ് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് സോണിലേക്ക്. കറന്റ് നോക്കിയ ടീം ഡെഞ്ചാറാണ് സോണിനകത്ത് നല്ലൊരു പൊസിഷൻ പിടിച്ച് നിൽക്കുന്നത്. ആൻഡ് ട്രിക്കി ഗോഡ് അവിടെ സ്നൈപ്പ് ചെയ്ത് ഒരു കില്ലെടുക്കാനുള്ള ശ്രമം. വെൽ സെറ്റിൽഡ് ആയിട്ട് ടീം ഡെഞ്ചാർ നല്ലൊരു പൊസിഷനിൽ സോണിൽ ഓൾറെഡി അവർ ഒരുപാട് നേരത്തെ വന്ന് സോൺ ഒക്കുപ്പൈഡ് ആവുന്നതിന് മുമ്പ് ഒരുപാട് നേരത്തെ വന്ന് നല്ലൊരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. TGA അവിടെ CM മൈക്കിയെ TGA വാസ്കോ അവിടെ CM മൈക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ TGAക്ക് 1 കില്ല് സെക്യൂർ ചെയ്തിട്ടുണ്ട്. TGA നോക്കുകയാണെങ്കിൽ 1 കിൽ പോയിന്റോടുകൂടി നിൽക്കുന്നുണ്ട്. TBSൽ ഒരു പ്ലെയറിനെ നോക്കുന്നു. ഓടിക്കൊണ്ടിരിക്കുന്നു. വണ്ടി അടിച്ചിടാനുള്ള ശ്രമം. അവിടെ വണ്ടി പൊട്ടിത്തെറിക്കുന്നു. മന്ദാരം അവിടെ ഒരു പിക്ക്. TBSൽ അടുത്ത പിക്ക് എടുത്തിരിക്കുന്നു മന്ദാരം. ഒരു കംബാക്ക് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ മാജിക് ഇന്ത്യയെ വണ്ടിയിൽ നിന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ട്. മാജിക് ഇന്ത്യയെ അവിടെ ഇവരും 3 പ്ലേയേഴ്സ് ഉള്ളു. വള്ളി ടീംസ് അവിടെ എത്തിയിട്ടുണ്ട്. ഡീമനാണ് വണ്ടിയിൽ നിന്ന് സ്പ്രേ ചെയ്തിട്ടത്. സോ എഗെയിൻ അവർ സോണിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഡീമൻ ബോബോയ് ഫയർ ഫ്ലാങ്ക് നല്ലൊരു കളി കളിക്കുന്നുണ്ട് അവര്. ഇവിടെ TBSലെ അവസാനത്തെ പ്ലെയർ മാത്രം സർവൈവ് ചെയ്യുന്നു. 5ാമത്തെ കില്ല് സെക്യൂർ ചെയ്തിരിക്കുന്നു. ഡെഞ്ചാർ നോക്കുകയാണെങ്കിൽ ഒരു സേഫ് പൊസിഷനിൽ 4 കിൽ പോയിന്റ്സോട് നിൽക്കുന്നു. അവിടെ മാജിക് ഇന്ത്യ സ്പോട്ട് ചെയ്തിട്ടില്ല. ഫയർ ഫ്ലാങ്ക് അവിടെ ഡീമൻ വേണ്ടിയിരിക്കുന്നു. സ്നൈപ്പ് അവിടെ ഡീമിനെ എടുത്തു. മന്ദാരം അവിടെ ഫയർ ഫ്ലാങ്കിനെ എടുത്തു. ലാക്മാൻ ബോബോയ് മാത്രം ബാക്കി. ബോബോയെ ഫിനിഷ് ചെയ്യുന്നു. സാവേജ് മാത്രം ഡൗൺ. 8 കിൽ പോയിന്റോടുകൂടി ടീം ടീമിന്റെ പേര് മറന്നുപോയി. അയ്യോ, ടീം ദ സ്ക്വാഡ്. ആ മാസത്തിൽ പേര് മറന്നുപോയി. ടീം ദ സ്ക്വാഡ് ഒരു അഗ്രസീവ് ഗെയിം പ്ലേ അവരുടെ സൈഡിൽ നിന്ന്. ഒരാള് ഇനിഷ്യലി നഷ്ടമായിട്ട് പോലും അവിടുന്ന് ഒരു കംബാക്ക് അടിച്ച് ആ പ്ലെയറും തിരിച്ചു വന്ന് EVXും ദ സ്ക്വാഡും തമ്മിലാണ് കിൽ ബാറ്റിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. EVX വിത്ത് 9 കിൽസും ദ സ്ക്വാഡ് വിത്ത് 8 കിൽസും. വെളിയുന്നു
എന്റെ പൊന്നെ 10ാമത്തെ കില്ല് EVX സെക്യൂർ ചെയ്തിരിക്കുന്നു. തോണ് വെളിയിൽ നിന്ന് ഒരു കില്ല് സെക്യൂർ ചെയ്യാൻ നോക്കിയിട്ട് പോലും ആ റിഫ്ലക്സിൽ അവനെ അടിച്ചിട്ടു. 10ാമത്തെ കില്ല് EVX സെക്യൂർ ചെയ്തിരിക്കുന്നു. കിടിലം കളി ഫ്രം EVX ദ സ്ക്വാഡ്, പറയാതിരിക്കാൻ വയ്യ. വെൽ ഫക്കിംഗ് പ്ലേഡ് ബോത്ത് ദ ടീംസ്. ആൻഡ് ഈ നോക്കുകയാണെങ്കിൽ വെറും 9 ടീം മാത്രം ബാക്കി. 30 പേരും 9 ടീം. ഇവിടെ KMC നിക്കിക്ക് നല്ല ടാഗ് ഇട്ടിട്ടുണ്ട്. TJ വിത്ത് 1 കിൽ. ദ സ്ക്വാഡ് സോണിലേക്ക് കയറിയിട്ടുണ്ട്. വളരെ കുറവ് ടീം മാത്രം, 9 ടീം മാത്രമേ ബാക്കിയുള്ളൂ. EVX ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ടീമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ഇന്നത്തെ ലോബിയിൽ ഞാൻ മനസ്സിൽ കണ്ടുവച്ചിരുന്ന ടീമിന്റെ പുറത്തേക്കുള്ള ഔട്ട് ഓഫ് ദ നമ്മുടെ ഒരു പ്രഡിക്ഷനിൽ വന്ന ഒരു പെർഫോമൻസ് EVXന്റെ സൈഡിൽ നിന്നാണ്, പറയാതിരിക്കാൻ വയ്യ. ഓ വഴിവെട്ടി ഓടി. KVP-ൽ 3 പ്ലേയേഴ്സ് ബാക്കിയുള്ളൂ. KVP-ൽ 3 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ KVP-ൽ ഒരു പ്ലെയർ മാത്രം അവിടെ പെട്ടുപോയിരിക്കുകയാണ്. പക്ഷെ വണ്ടി ഉണ്ട്. ഓക്കെ, വണ്ടി എടുത്ത് അവർ റൊട്ടേറ്റ് ചെയ്ത് സോണിലേക്ക് പോകാനാണ്. സോ ഇൻസൈഡ് ദ സോൺ ആണ് കറന്റ്. അവരിപ്പോ ഇൻസൈഡ് ദ സോൺ ആണ്. BNB 4 പോയിന്റോട് നല്ലൊരു പൊസിഷൻ സോണിനകത്ത് പിടിച്ചിട്ടുണ്ട്. നല്ലൊരു പൊസിഷൻ അവർ പിടിച്ചിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഡെഞ്ചാർ ടീം KMC കൊമ്പനും KMC ഉക്കർ റോക്കിയും DJ വാസ് കൊമ്പനോടെ ഡൗൺ ആയി. 2 പേര് മാത്രം TJക്ക് ബാക്കി. TJക്ക് 2 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. നൈപ്പ് വിത്താൻ 10 കില്ല്. അടുത്തൊരു കില്ലോടെ സെക്യൂർ ചെയ്യുന്നു. നൈപ്പ് വിത്താൻ AW. നൈപ്പ് ഒരു സ്നൈപ്പർ ആണെന്ന് കാണിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ആൻഡ് ഇവിടെ KVP ഒരു പ്ലെയർ പുഷ് ചെയ്ത് വരുന്നുണ്ട്. ODK EVX-ൽ 2 പേര് ഫിനിഷായി. KVP-ൽ അവസാനത്തെ പ്ലെയർ ആണെന്ന് തോന്നുന്നു. EVX 12 കില്ലിലേക്ക് കടന്നിരിക്കുന്നു. പക്ഷെ അവരുടെ 2 പ്ലേയേഴ്സിനെ അവർക്ക് നഷ്ടമായി. ടീം ഡെഞ്ചാർ അവിടെ ടീം ദ സ്ക്വാഡ് അവിടെ നല്ലൊരു അവിടെ മന്ദാരത്തിനെ ബ്ലൈൻഡ് റിബൽ നോക്കാക്കുന്നു. അല്ല, വിപ്സിയാണ് അവിടെ നോക്കാക്കിയത്. വിപ്സി അവിടെ നോക്കുന്നു. വിപ്സി അവിടെ 2ാമത്തെ നോക്കും അവിടെ വീഴുന്നു. ആൻഡ് അവിടെ EVX KVP എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. KVP എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നോക്കുകയാണെങ്കിൽ DRS അവിടെ BNB-ലെ ഒരു പിക്ക് എടുക്കുന്നു. DRS നല്ലൊരു പൊസിഷനിൽ 4 പ്ലേയേഴ്സ് ആയിട്ട് നിൽപ്പുണ്ട്. അവർക്ക് സ്റ്റില് 4 പ്ലേയേഴ്സ് എലവാണ്. അവർക്ക് കില്ലൊന്നും കിട്ടിയിട്ടില്ല. കില്ലും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇതിനകത്ത്. ഈ പറയണത് പോലെ നമ്മുടെ പൊസിഷൻ പോയിന്റ്സും 2ഉം നോക്കി കളിക്കുന്ന ടീമിനാണ് ഈ ഒരു ടൂർണമെന്റ്. വിപ്സി അവിടെ നോക്കായി ഫിനിഷ് ആവുന്നു. നമ്മുടെ മാഡി കിണ്ടി അവിടെ വിപ്സിയെ ഫിനിഷ് ചെയ്യുന്നു. നല്ലൊരു പിക്ക് ഫ്രം മാഡി കിണ്ടി. അവിടെ ഫ്ലഫി സാവേജിനെ നോക്കാക്കുന്നു. സ്നൈപ്പ് ക്ലോസിൽ പുഷ് ചെയ്ത് വന്നു. സ്നൈപ്പ് അവിടെ ബ്ലൈൻഡ് റിബലിനെ നോക്കാക്കുന്നു. ഫ്ലഫിയും ട്രിക്കി ഗോഡും മാത്രം ബാക്കി. സ്നൈപ്പും അവിടെ നോക്കായിട്ടുണ്ട്. ടീമിലെ ലാസ്റ്റ് മാൻ ആണെന്നാണ് തോന്നുന്നത്. മന്ദാരം മാത്രം ബാക്കി. ദ സ്ക്വാഡിന് വേണ്ടിയിട്ട് മന്ദാരം മാത്രം ബാക്കി. 14 കില്ലോട് കൂടി. ഓ, മന്ദാരത്തിന് നല്ലൊരു നെയ്ഡ് കിട്ടി അവിടെ. മന്ദാരത്തിന് അടുത്ത നെയ്ഡും വീണിട്ടുണ്ട് അവിടെ. മന്ദാരം ഹീൽ ചെയ്തിട്ടില്ല ഇതുവരെ. ബ്ലൈൻഡ് റിബലിന്റെ കില്ല് ഇതുവരെ സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടില്ല. മന്ദാരം വിത്ത് 5 കിൽസ്. ശരിക്കും പറഞ്ഞ റിബലിനെ അവിടെ റിവൈവ് ചെയ്യുന്നു. അവര് ബാക്ക് ടു 3-man സ്ക്വാഡിലേക്ക് എത്തിയിരിക്കുന്നുണ്ട്. 7 കില്ലോട് കൂടി ഡെഞ്ചാർ. ആൻഡ് 14 കില്ലോട് കൂടി ദ സ്ക്വാഡ്. EBS-ൽ ഒരു പ്ലെയർ ആണെന്ന് തോന്നുന്നു. അവിടെ EBS-ൽ ഒരു പ്ലെയർ അകത്തിരിപ്പുണ്ട്. അത് മന്ദാരത്തിന്റെ പാലനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഡെഞ്ചാർ അവിടെ ഇനി വെറും 4 ടീം മാത്രം ബാക്കി. ഡെഞ്ചാർ അവിടെ ട്രിക്കി ഗോഡ് മന്ദാരത്തിനെ ഫിനിഷ് ചെയ്യുന്നു. EBS-ലെ ഒരാള് ഒരു കില്ല് പോലും ഇല്ല. പക്ഷേ ഇതും ഈ ഒരു ഗെയിമിന്റെ പാർട്ടാണ് ഗൈസ്. ഇത് ക്യാമ്പിംഗ് എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. ഇതൊരു സർവൈവൽ ഗെയിമാണ്. നമ്മുടെ ടീം ഇനിഷ്യലി ഡെഡ് ആയാലും ടൂർണമെന്റിൽ പോയിന്റ് സെക്യൂർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി. അതിനി ഒളിച്ചിരുന്നാലും പാത്തിരുന്നാലും എവിടെ ഇരുന്നാലും ടീമിന് വേണ്ടി പോയിന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ടീം ഒരു ബാറ്റിൽ ഗ്രൗണ്ട് ഗെയിമിൽ ചെയ്യേണ്ട ഒരു കാര്യം. ഒരു ഷോട്ട് അവിടെ മിസ്സായി. EVX വിത്ത് 13 കിൽസ്. ലാസ്റ്റ് 4 ടീംസിനെയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. 4 ടീം മാത്രം ബാക്കി. BNB വിത്ത് പ്ലെയർ അഡ്വാൻറ്റേജ് 4 പ്ലേയേഴ്സ്. ഡെഞ്ചാർ വിത്ത് 3 പ്ലേയേഴ്സ്. EVX വിത്ത് 2 പ്ലേയേഴ്സ്.
TBS വിത്ത് 1 പ്ലെയർ ആണ് കറന്റ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. സെക്കൻഡ് മാച്ച് ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും. ആൻഡ് അവിടെ ഒരു നല്ലൊരു നോക്ക് ബൈ EVX സ്പൂക്കി. നല്ലൊരു നോക്ക് അവിടെ ഇട്ടിട്ടുണ്ട്. ആ ഒരു കില്ല് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഭയങ്കര ഓപ്പണിലായി പോയി സ്പൂക്കിക്ക് അവിടെ നിന്ന് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. തൊട്ട് മുകളില് ടീം ഡെഞ്ചാർ എത്തിയിട്ടുണ്ട്. ഡെഞ്ചാറില് നല്ലൊരു ടാഗ് കൊടുക്കുന്നു. റിബൽ അവിടുന്ന് അവർക്ക് വേറെ റിവൈവ് ചെയ്യാൻ വേറെ വഴിയില്ല. സോ ആ പ്ലെയറിനെ അവിടെ ബലി കൊടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അവിടെ. ആ ഒരു നോക്കും ഇവിടെ കൺഫേം ആയി കഴിഞ്ഞാൽ EVX-ഉം 14 കില്ലിലേക്ക് എത്തുന്നതായിരിക്കും. EVX-ഉം 14 കില്ലിലേക്ക് എത്തും. കോച്ചിന്റെ ഒക്കെ മാച്ച് നാളെയാണ് ഗൈസ്. കോച്ചിന്റെ ഒക്കെ മാച്ച് നാളെയാണ്. സോ ഇന്നല്ല കോച്ചിന്റെ ഒക്കെ മാച്ച്. നമുക്ക് നോക്കി വെക്കാം. സോ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. സ്ട്രീം കാണുന്ന എല്ലാവർക്കും വെൽക്കം. സോ ലാസ്റ്റ് സർക്കിളിലേക്ക് എത്തിയിരിക്കുന്നു കളി. ലാസ്റ്റ് സർക്കിൾ VNV ഡെഞ്ചാർ നോക്കിയാൽ മാൻ അഡ്വാൻറ്റേജിൽ രണ്ടുപേര് ഒരേപോലെ 3 പ്ലേയേഴ്സ്. കറന്റ് മാൻ അഡ്വാൻറ്റേജ് ഇല്ലാത്ത പ്ലെയർ TBS മാത്രമാണ്. ബ്ലൈൻഡ് റിബൽ സ്പോട്ട് ചെയ്തു. നല്ല ടാഗ് ബ്ലൈൻഡ് റിബലിന് തിരിച്ചും കിട്ടി. EVX-ന്റെ സൈഡിൽ നിന്ന് ഒരു സ്നൈപ്പർ ഷോട്ട്. ബ്ലൈൻഡ് റിബൽ ഹീൽ ചെയ്യുന്നു. നല്ലൊരു മാച്ച് നമുക്ക് കാണാൻ പറ്റും. VNV ആയിരിക്കുമോ, ഡെഞ്ചാർ ആയിരിക്കുമോ, EVX ആയിരിക്കുമോ, TBS ആയിരിക്കുമോ? ഇവിടെ ഫ്ലഫി മണ്ണ് കുഴിച്ച് അകത്തു പോവാൻ എന്തൊക്കെ സ്ട്രാറ്റജികളാണ് ട്രൈ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ പുതിയ ഇതാണെന്ന് തോന്നുന്നു. പിക്കാസ് വെച്ച് ഒരു ഷോട്ട് കൊള്ളിച്ചു. നല്ലൊരു നോക്ക് ബൈ ഫ്ലഫി. ഒരു സ്നൈപ്പർ ഷോട്ട് കൊള്ളിച്ചിട്ട് സ്പ്രേ ചെയ്ത് ഇട്ട് ഫിനിഷ് ചെയ്യുന്നു. റിബൽ കില്ല് സെക്യൂർ ചെയ്യുന്നു. 9 കിൽസ് ടീം ഡെഞ്ചാർ. അവിടെ 9 കില്ല്. VNV നോക്കുകയാണെങ്കിൽ 4 കില്ല് അവരെ ഇതുവരെ അവിടെ പ്ലെയർ ഇതുവരെ ഫിനിഷ് ആയിട്ടില്ല. ആൻഡ് ഇവിടെ നമ്മുടെ EVX അവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. TBS-ലെ ലാസ്റ്റ് മാൻ എവിടെയാണെന്ന് ഒന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണിക്കണം. എല്ലാവർക്കും ഒരു കൗതുകമുണ്ട്. ഒരു ഫൈറ്റ് പോലും എടുക്കാതെ പുള്ളി എങ്ങനെയാണ്. ദിസ് ഈസ് ദ സ്കിൽ. ഇതാണ് ഒരു വെടിവെക്കാനുള്ള സാധ്യത നല്ലതുപോലുണ്ട്. എഴഞ്ഞെഴഞ്ഞ് വരുന്നുണ്ട്. സൗണ്ട് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫ്ലഫി സൗണ്ട് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു കില്ല് സെക്യൂർ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം നമുക്ക്. TBS ഷോട്ട് ഗൺ ആണ്. ക്ലോസിലേക്ക് വരിക, അടിക്കുക, ഫിനിഷ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ TBS-ന്റെ സൈഡിൽ ഇപ്പോൾ ഉള്ളൂ. ഒരു കില്ലെടുത്ത് സെക്യൂർ ചെയ്ത് പോവുക എന്നുള്ളൊരു സാധനം കണ്ടില്ല. TBS ഫ്ലഫിയെ അടിക്കാൻ ഉള്ള പ്ലാനിലാണ്. പക്ഷേ റിബൽ അവിടെ ഇൻസ്റ്റന്റ് ട്രേഡ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കണം. ഫ്ലഫിയെ അടിക്കുവോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഫ്ലഫി അങ്ങോട്ട് തന്നെ തിരിഞ്ഞ് നോക്കിയിരിക്കുകയാണ്. TBS എന്തെങ്കിലും ചെയ്യും. എനിക്ക് പാനിക് അറ്റാക്ക് വരും. പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇതുവരെ ഫ്ലഫി സ്പോട്ട് ചെയ്തിട്ടില്ല. ഫ്ലഫി വണ്ടി എടുത്തു. മണ്ടത്തരമായി പോയി. കണ്ടിട്ടില്ല. കണ്ടില്ല. പുറകിൽ ആള് വരുന്നുണ്ട്. ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അവിടെ. ഫ്ലഫി വേഴ്സസ് ഫ്ലഫിയെ നമ്മുടെ TBS-ലെ പ്ലെയർ ഇതുവരെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഫ്ലഫി ഒന്ന് തിരിഞ്ഞു നോക്കടാ. അല്ലെങ്കിൽ നീ അവനെ വെടിവെക്ക്. ഞങ്ങൾക്ക് കാണുന്നവർക്ക് ആൻസൈറ്റി ആവുന്നു. TBS വേഴ്സസ് ഡെഞ്ചാറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാക്സിമം സർവൈവ് ചെയ്യാൻ VNV-യിലെ ഒരു പ്ലെയറിനെ ഒരു സ്നൈപ്പർ ഷോട്ടിൽ അടിച്ചിട്ടുണ്ട്. ഫ്ലഫി അവിടെ VNV അടുത്ത പ്ലെയറിനെ ഫ്ലഫി അടിച്ചിരിക്കുന്നു. 2 സ്നൈപ്പർ നോക്കാണ് ഫ്ലഫിയോട് ഇട്ടേക്കുന്നത്. ആൻഡ് ഡെഞ്ചാർ പുഷ് ചെയ്ത് പോകുന്നു. ഇത് പുഷ് ചെയ്ത് പോണു. അവിടെ നോക്കിട്ടു. ടീം ഡെഞ്ചാർ അവിടെ വൈപ്പ് ഓഫ് ചെയ്യുന്നു. ഫ്ലഫി അവിടെ നോക്കാവുന്നു. ഫ്ലഫി വിത്ത് 5 ഫ്രാഗ്സ്. EVX-ല് ഒരു പ്ലെയർ മാത്രം ബാക്കി. TBS-ല് ഒരു പ്ലെയർ മാത്രം ബാക്കി. TBS എവിടെ കിടന്ന കളി. ടോപ്പ് 3-ല് ഒറ്റയ്ക്ക് നിന്ന് ഇതാണ് ട്രിഗർ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു കാര്യം. ഒരു ടൂർണമെന്റിൽ ട്രിഗർ ഡിസിപ്ലിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് TBS ആണ്. പോട്ട് ചെയ്തു ട്രിക്കി ഗോഡ്. സ്റ്റിൽ 3ാമത്തെ പൊസിഷനിൽ ഒറ്റയ്ക്ക് നിന്ന് 3ാമത്തെ പൊസിഷൻ പിടിച്ചു കൊടുത്തു. ആൻഡ് EVX-ൽ അവസാനത്തെ പ്ലെയർ ഇവിടെ ഇമോട്ട് ഇട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടീം ഡെഞ്ചാർ ഇവിടെ ഡെഞ്ചാർ 1 vs 3 ആണ്. EVX-ലെ മച്ചാൻ ഇവിടെ ചില്ലായിട്ട് ഇമോട്ടൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഒരു കില്ലും കൂടെ സെക്യൂർ ചെയ്ത് ഡെഞ്ചാറിന് ഈ ചിക്കൻ ഡിന്നർ സ്വന്തമാക്കാൻ പറ്റിയാൽ ഡെഞ്ചാർ വിത്ത് എത്ര ടോട്ടൽ കിൽസ് ഡെഞ്ചാറിന്റെ കിൽസ് ഒന്ന് കാണിക്കണം. ഡെഞ്ചാറിന് വിത്ത് 14 കില്ല് ഫസ്റ്റ് ചിക്കൻ ഡിന്നർ ടീം ഡെഞ്ചാറിന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമുക്ക് നോക്കി നോക്കാം. ടീം ഡെഞ്ചാറിന് ഒരു കില്ലും കൂടെ എടുത്താൽ 14 കില്ല്. ഓൾറെഡി EVX-ന് 14 കില്ലുണ്ട്.
നമ്മുടെ ദിസ് കോഡിന് 15 കില്ലുണ്ട്, 15 പോയിന്റ്സ് ഓൾറെഡി അവർ സെക്യൂർ ചെയ്തിട്ടുണ്ട്. ട്രിക്കി കോഡ് അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലാഷ് ഗ്രനേഡ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം സോൺ അഡ്വാൻറ്റേജും എന്തുകൊണ്ടും ഡെഞ്ചാറിന് തന്നെയാണ്. ഒരു 1v3 അടിക്കുമോ നോക്കാം. ആൻഡ് ടീം ഡെഞ്ചാർ ഫിനിഷിംഗ് ഓഫ് ദ ഗെയിം വിത്ത് എ ചിക്കൻ ഡിന്നർ വിത്ത് 14 കിൽസ്. 14 കില്ലും 1778 ഡാമേജും 10 അസിസ്റ്റുമായിട്ട് ഡെഞ്ചാർ ടൂർണമെന്റിലെ ഫസ്റ്റ് മാച്ച് കൊണ്ടുപോയിരിക്കുകയാണ്. ബ്ലൈൻഡ് റിബൽ വിത്ത് 2 കിൽ, വിപ്സി വിത്ത് 3, ഫ്ലഫി വിത്ത് 5, ട്രിക്കി കോഡ് വിത്ത് 4 കിൽ. EVX നോക്കുകയാണെങ്കിൽ 14 കില്ലോട് കൂടി സെക്കൻഡ് പൊസിഷനിൽ EVX എത്തി. TBS 1 കില്ല് പോലും ഇല്ലാതെ 3ാമത്തെ പൊസിഷനിൽ വന്ന് 6-7 പോയിന്റ് ആണ് അവർ സെക്യൂർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ 1 ടാപ്പ് സിദ്ധു വിത്ത് 3 കിൽ, യാമി ജൂനിയർ വിത്ത് 4 കിൽ, 4DK ക്ലൗൺ ഓവർ വിത്ത് 2 കിൽ, സ്പൂക്കി W 5 കിൽ. ആൻഡ് ദ സ്ക്വാഡ് എടുത്തു പറയേണ്ട പെർഫോമൻസ്. 14 കില്ല്, 14 കില്ലോട് കൂടി മാഡി കിണ്ടി വിത്ത് 1 കിൽ, മന്ദാരം വിത്ത് 5 കിൽ, സാവേജ് 3 കിൽ, സ്നൈപ്പ് 5 കിൽ. ആൻഡ് TBS VNV ആണ് 4ാമത്തെ പൊസിഷനിൽ 4 കില്ല്. ആൻഡ് വാട്ട് എ വണ്ടർഫുൾ സ്റ്റാർട്ട്. എല്ലാവരും കിടിലുമായിട്ട് കളിച്ചു. ആൻഡ് ബ്ലൈൻഡ് റിബലിന്റെ സ്ക്വാഡായ ടീം ഡെഞ്ചാർ ആണ് ആദ്യത്തെ ടൂർണമെന്റിലെ ഫസ്റ്റ് മാച്ച് കൊണ്ടുവരിക്കുന്നത്. ആൻഡ് നമുക്ക് അധികം ഡിലേ ഒന്നും ആക്കാനില്ല. എടാ രായ ഒന്ന് കൺഫേം ചെയ്ത പ്ലേയേഴ്സിന്റെ ഇത് എത്ര മിനിറ്റ് എടുക്കും? ഹലോ ഹലോ നെക്സ്റ്റ് മാച്ച് തുടങ്ങാൻ എത്ര ടൈം എടുക്കും? വെള്ളം കുടിച്ചോടാ. അടുത്ത മാച്ച് 3 to 4 minutes. That's it. 3 to 4 minutes അല്ലേ? 3 മിനിറ്റില് ടീം ഇറങ്ങിയല്ലോ. എടാ പോയിന്റ് ടേബിൾ ഒന്ന് എടുത്ത് കാണിക്കുമോ രായ? വെബ്സൈറ്റിൽ ഉണ്ടാവുമല്ലോ ബ്രോ. 18ാമത്തെ ടീം ഇൻവൈറ്റ് ചെയ്യാൻ കേറാൻ പറഞ്ഞു. 18. ഞാൻ ഒരു കാര്യം എന്റെ സൈഡിൽ നിന്ന് പറയുവാണെങ്കിൽ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പെർഫോമൻസ് ആണ് നമ്മുടെ സ്നൈപ്പിന്റെ ടീമിന്റെ സൈഡിൽ നിന്ന് വന്നതും അതുപോലെ തന്നെ EVXന്റെ സൈഡിൽ നിന്ന് വന്നതും. നമുക്ക് ഓൾറെഡി അറിയാം ഡെഞ്ചാർ ഈ ലോബിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീം ഡെഞ്ചാർ ആണ്. അവര് ഒത്തിരി നാളായിട്ട് PUBG കളിക്കുന്ന, പ്രാക്ടീസ് ചെയ്യുന്ന ടീമും കൂടിയാണ്. ആൻഡ് ബ്ലൈൻഡ് റിബൽ ഷോയിങ് ഹിസ് ക്ലാസ് ആസ് ആൻ IGL ഫസ്റ്റ് ഗെയിം. ശരിക്കും പറഞ്ഞ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവരവരുടെ ഡ്രോപ്പിൽ ഇറങ്ങി സോണിനകത്തോട്ട് കയറി നല്ലൊരു പൊസിഷൻ പിടിച്ച് അവർ കളിച്ച്. EVX നമ്മൾ ഫ്രം ദ ബിഗിനിങ് അവരുടെ സൈഡിൽ നിന്ന് നല്ലൊരു അഗ്രസീവ് ഇതാണ്. അവർക്ക് ഇൻ ബിറ്റ്വീൻ ദ ഫൈറ്റിൽ ഒരു 2 പ്ലേയേഴ്സിനെ മിസ്സായതാണ്. അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു.